ഹലോ ഗായ്സ്, ടെസ്സ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിന്റെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതായത് സീസൺ 8. അപ്പം ആ ഒരു സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അഗ്നിപരീക്ഷയാണ്. ഏറ്റവും കൂടുതൽ കോമണേഴ്സ് വന്നിട്ടുള്ള എപ്പിസോഡായിരുന്നു അത്. ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ 8നെ കുറിച്ചുള്ള ഓഡിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കണ്ടതാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഓഡിഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗൂഗിൾ ഫോം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങളൊക്കെ ബിഗ് ബോസിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് സീസൺ 8ലേക്ക് ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ വഴി, അതായത് ഏകദേശം 10,000 പേരാണ് അപ്ലൈ ചെയ്തത്. 10,000 കൂടുതൽ പേരാണ് അപ്ലൈ ചെയ്തത്. അതിൽ നിന്ന് 100 പേരെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ആ 100 പേരിൽ നിന്ന് പിന്നെ 40 പേരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അഗ്നി പരീക്ഷ നടത്തുന്നത്. ഈ ഒരു 40 പേരിൽ 30 പേരാണ് ഡയറക്റ്റ് ഓഡിഷൻ വഴി വന്നത്. ബാക്കി 10 പേരെന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ആയിരുന്നു കേട്ടോ. അതായത് മൈജി ത്രൂ 5 പേരും വൈറ്റ് ഗോൾഡ് ത്രൂ 5 പേരും, അങ്ങനെ ടോട്ടൽ 10 പേര് ഫാസ്റ്റ് ട്രാക്ക് ത്രൂ ആണ് വന്നത്. 30 പേരാണ് ഓഡിഷൻ ത്രൂ വന്നത്. ഇതുവരെ കഴിഞ്ഞ 7 സീസണും, അതായത് ബിഗ് ബോസ് സീസൺ 7 വരെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ബിഗ് ബോസ് ഹൗസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഗ്നി പരീക്ഷ എന്നുള്ള സംഭവം നമ്മൾ കാണുന്നത്. ഇതിന് മുന്നിൽ വേറെ ലാംഗ്വേജസിലൊക്കെ അഗ്നി പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് അഗ്നി പരീക്ഷ നടന്നത്. ഈ ഒരു അഗ്നി പരീക്ഷയുടെ ജഡ്ജസ് ആയിട്ട് വരുന്നവരെ 3 തീ ഗോളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു 3 പേരും അവരുടേതായ സീസൺസിൽ നല്ലതുപോലെ തന്നെ പെർഫോം ചെയ്ത വ്യക്തികളാണ്. അപ്പൊ ജഡ്ജസ് ആരൊക്കെയാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതായത് ആ 3 പേരെന്ന് പറയുന്നത് അവരുടേതായ സീസൺസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഒന്നെന്ന് പറയുന്ന റിയാസ് സലീം, രണ്ടാമത്തെ രഞ്ജിനി ഹരിദാസ്, മൂന്നാമത്തത് അഖിൽ മാരാർ. ഈ 3 ജഡ്ജസിലും നിങ്ങളുടെ ഫേവറേറ്റ് ജഡ്ജ് ആരാന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. പിന്നെ റിയാസിന്റെ ആ ഒരു മേക്കപ്പ് എടുത്ത് പറയേണ്ട തന്നെയാണല്ലോ. ആ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്ലോലെസ് ആയിട്ടുള്ള മേക്കപ്പ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു റിയാസിന്റെ മേക്കപ്പ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. റിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദ ഗെയിം ചേഞ്ചർ എന്നുള്ള ടൈറ്റിൽ ആയിട്ടാണ്. അതുപോലെ രഞ്ജിനി ഹരിദാസിനെ ഫിയർലെസ് വുമൺ, പിന്നെ നമ്മുടെ അഖിൽ മാരാറിനെ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെലക്ടഡ് ആയിട്ടുള്ള 40 കണ്ടസ്റ്റൻസിൽ 40 പേരെയും ജഡ്ജസിന്റെ അടുത്തോട്ടല്ല വിടുന്നത്. ആദ്യമേ അവർക്ക് ഒരു ടാസ്ക് ഉണ്ട്. 20-20 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് അതിൽ നിന്ന് സെലക്ടഡ് ആവുന്ന 20 പേരെയാണ് ജഡ്ജസിന്റെ അടുത്തോട്ട് മാറ്റുന്നത്. പിന്നെ 20 പേരെ മാറ്റി നിർത്തുകയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് മണിച്ചിത്ര താഴാണ് കേട്ടോ. അതായത് താഴിട്ട് പൂട്ട് തുറക്കുക എന്നുള്ള സംഭവം തന്നെയാണ്. അതായത് ഒരുപാട് ക്ലൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ക്ലൂസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പൂട്ട് തുറക്കാനായിട്ട്. അതായത് ക്ലൂ കയ്യിലുള്ള ആൾക്ക് മാത്രമേ പൂട്ട് തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് താക്കോലൊക്കെ തൂക്കിയിട്ടേക്കുന്ന കാണാം. ആ ഒരു താക്കോല് ചെറിയൊരു നോട്ട് കാണും കേട്ടോ. ആ നോട്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലൂ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്ലൂ കിട്ടുന്ന താക്കോൽ എടുക്കുന്നവരെ നമ്മളിങ്ങനെ ക്ലൂ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആ ഒരു ബസർ മുഴങ്ങുന്ന സമയത്ത് ഈ 40 പേരും കൂടെ ഓടിയിട്ട് ആ ഒരു ക്ലൂ ഉള്ള താക്കോൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരുപാട് പേര് താക്കോൽ എടുക്കുന്ന സമയത്ത് ചിലവർക്ക് കിട്ടുന്ന താക്കോലിൽ ക്ലൂ കാണത്തില്ല. ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ആ ക്ലൂവിന്റെ മാച്ചിങ് ആയിട്ടുള്ള പൂട്ടിൽ പോയിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്. പിന്നെ ആദ്യത്തെ ടാസ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ക്ലൂവും താക്കോലും ഒക്കെ കിട്ടിയൊരു ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു കോളത്തിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതായത് 20 കോളംസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യമേ ക്ലൂ കിട്ടിയിട്ട് താക്കോല് തുറന്നാൾ ആദ്യത്തെ കോളത്തിൽ വന്ന് നിൽക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് 20ാമത്തെ കോളം ആയപ്പോഴത്തേക്ക് പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു താക്കോല് തുറക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പൂജ ഇങ്ങനെ കുറെ നേരം കൊണ്ട് തുറക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ആ ഒരു പൂട്ടിന്റെ ആ ഒരു സംഭവം ജാം ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട്. അപ്പോഴത്തേക്ക് ഒരു കണ്ടസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പൂജയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി. അങ്ങനെ ആദ്യത്തെ ആ ഒരു അഗ്നി പരീക്ഷയിൽ തന്നെ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അതായത് പൂജയുടെ കയ്യിൽ നിന്ന് താക്കോല് മറ്റേ ആൾ തുറന്നു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സൂത്രത്തിലാണ് വാങ്ങിച്ചത്. പക്ഷെ ക്ലൂ ഉണ്ടായിരുന്നത് പൂജയുടെ കയ്യിലായിരുന്നു. പൂജയുടെ കയ്യിൽ 2 ക്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു റൂളും അത് തന്നെയായിരുന്നു. ക്ലൂ ഉള്ള ആൾക്ക് മാത്രമേ ആ ഒരു പൂട്ടിന്റെ അടുത്ത് വന്ന് താക്കോല് തുറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം ആ ഒരു ചെറിയ ക്ലാഷ് ആങ്കർ വന്ന് ഇടപെട്ടിട്ട് പൂജയ്ക്ക് തന്നെ ചാൻസ് കൊടുത്തു. കാര്യം പൂജയുടെ ഭാഗത്തായിരുന്നു ക്ലൂ ഉണ്ടായിരുന്നത്. ആ ഒരു ക്ലൂവിന്റെ ആൻസർ പൂജയ്ക്ക് അറിയാവുന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. പൂജയ്ക്കാണ് ആ ഒരു 20, ആ ലാസ്റ്റ് ആയിട്ടുള്ള 20 ആ ഒരു കോളം കിട്ടിയത് കേട്ടോ. അത് പുള്ളിക്കാരി ഡിസേർവ് ചെയ്തിട്ട് തന്നെ കിട്ടിയതാണ്. അങ്ങനെ ജയിച്ച 20 പേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരു നാസിക് ഡോൾ ഉണ്ടായിരുന്നു. നാസിക് ഡോൾ ആണെന്ന് തോന്നുന്നു. അതായത് അവർ ജയിച്ച ആ സന്തോഷത്തിൽ അവരെ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് കാണിക്കാനാണെന്ന് തോന്നുന്നു അത് അവിടെ ചെയ്തത്. അതിന് പകരം നല്ല പാട്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഈ ഒരു 20 പേര് ജഡ്ജസിന്റെ അടുത്ത് വരുന്നു. വന്നിട്ട് അവർ അവരുടേതായ സീറ്റിലേക്ക് ഇരിക്കുന്നു. അതിനുശേഷം ഈ ഒരു 20 പേര് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് റിയാസിന് ഒരു ടീം, രഞ്ജിനി ഹരിദാസിന് ഒരു ടീം, അതുപോലെ അഖിൽ മാരാറിന് ഒരു ടീം, അങ്ങനെ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ജഡ്ജസും അവരുടെ ടീമിലേക്കുള്ള ഓരോ ആൾക്കാരായിട്ട് വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞ് 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ആ ഒരു ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തർ ഓരോ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് കുത്തുന്നുണ്ട്. അത് നമുക്ക്
നമുക്ക് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് രസകരമായ കുത്തലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോയിലർ ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് കാണുക കേട്ടോ. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ അതേപോലെ തന്നെ പറയുന്നില്ല. നല്ല രസമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തുന്ന കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടീമുകൾ തമ്മിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മത്സരങ്ങൾ വരുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ആ സെയിം ടീമിലുള്ളവർ തന്നെയാണ് മത്സരിക്കേണ്ടത് കേട്ടോ. അതായത് ഇപ്പൊ റിയാസിന്റെ ടീമിലുള്ളവരുമായിട്ടാണ് മത്സരിക്കേണ്ടത്. അങ്ങനെയാണ് മത്സരം വന്നത്. സോ ആദ്യത്തെ ഗെയിം ചലഞ്ച് എന്ന് പറയുന്നത് കപ്പ് പിരമിഡ് ചലഞ്ച് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു 5 ബോർഡ് കൊടുക്കും, അതുപോലെ തന്നെ പിരമിഡ് പോലെ അടുക്കാനായിട്ട് കുറെ ഗ്ലാസസ് കൊടുക്കും. ആ ഒരു താഴെന്ന്, അതായത് താഴെ 1 പിന്നെ 2 അങ്ങനെ ആ ഒരു ലെവലിൽ പിരമിഡ് പോലെ അടുക്കി വെക്കണം. അതായത് റിവേഴ്സ് ഓർഡറിൽ അടുക്കി വെക്കണം. ആ ഒരു ചലഞ്ചിന്റെ ബസർ അടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ചലഞ്ചിൽ ഇങ്ങനെ നിന്നതിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എസ്തെറ്റിക് ആയിട്ട് ആ കറക്റ്റ് പിരമിഡ് ഷേപ്പിൽ തന്നെ ചെയ്തത് പ്രണവാണ്. അപ്പൊ പ്രണവിനാണ് ആ ഒരു ടാസ്കിൽ വിൻ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ടാസ്കിൽ ജയിച്ചത് പ്രണവാണ്. അപ്പൊ പ്രണവിനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് കേട്ടോ. അതായത് ആ ഒരു പെൻഡന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഫിനിറ്റിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ പെൻഡന്റ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള പെൻഡന്റ് ആണ്. അതായത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്സിലെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ യൂസസ് ആണ് വരുന്നതെന്നുള്ളത്. അത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും മേ ബി അറിയാനായിട്ട് പറ്റുന്നത്. അത് കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് അച്ചീവ് ചെയ്തതിന്റെ ആ ഒരു സന്തോഷം പ്രണവിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പ്രണവ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നെങ്കിലും ടാസ്ക് വന്നപ്പോഴത്തേക്ക് ആൾ നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗെയിം ചലഞ്ച് വന്നത് നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ്. രഞ്ജിനിയുടെ ടീം ഫുള്ള് ഗേൾസ് ആയിരുന്നു കേട്ടോ. അതായത് ഫിയർലെസ് വുമൺ ആയതുകൊണ്ട് പുള്ളിക്കാരി മൊത്തം വുമൺസിനെ തന്നെയാണ് എടുത്തത്. അപ്പൊ അവർക്കാണ് ടാസ്ക് വന്നത് നമ്മൾ പണ്ടൊക്കെ കളിക്കുന്ന കൊളങ്കാര ഇല്ലേ, അതിന്റെ ചെറിയൊരു വേറെ വേർഷൻ ആയിരുന്നു ആ ഒരു ടാസ്കിൽ വന്നത്. ഈ ഒരു കൊളങ്കാര ടാസ്കിൽ അറിയാലോ നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ വേണം, എന്നാലേ നമുക്ക് അത് നല്ലതുപോലെ പ്ലേ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സാധാരണ ആ ഒരു കൊളങ്കാരയിൽ നിന്ന് ഇതിനകത്ത് വ്യത്യാസമായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഔട്ട് റൈറ്റ് ലെഫ്റ്റ് ആ ഒരു രീതിയിലാണ് ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടാസ്ക് നല്ല രസകരമായിരുന്നു. കാര്യം ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയിടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഇതിനകത്ത് ഇന്ന് ഔട്ടിന് പകരമായിട്ട് ജഡ്ജസിന്റെ പേരും അതുപോലെ ആങ്കറിന്റെ പേരുമാണ് വന്നത് കേട്ടോ. ഈ 4 പേരുടെ പേര് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് അഖിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് അകത്തോട്ട് ചാടണം, അങ്ങനെ ഓരോരുത്തരുടെ പേര് വെച്ചിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് വരുന്ന സമയത്ത് റിയാസും രഞ്ജിനിയും അങ്ങനെ ഒരു രീതിയിലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. അതെന്തായാലും നല്ലൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഈ ഒരു കൊളങ്കര ടാസ്കിൽ വിൻ ചെയ്തത് പാർവതിയാണ്. അപ്പൊ ആ ഒരു റൗണ്ടിൽ പാർവതിക്കാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത്. പിന്നെ ഓരോ ഗെയിം ചലഞ്ചിലും ആദ്യം ഔട്ട് ആവുന്നവരെ ഡേഞ്ചർ സോണിലോട്ടാണ് കേട്ടോ വിടുന്നത്. ഈ ഒരു ഡേഞ്ചർ സോണിന്റെ പേര് ആങ്കർ പിന്നെ ഷോർട്ട് ആക്കിയിട്ട് ഔട്ട് ഹൗസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യമേ ഔട്ട് ആവുന്നവരെ വേറൊരു സൈഡിലേക്ക് ഇരുത്തും. അവരെ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ അവർക്ക് വേറെ ടാസ്കുകളും ഗെയിമുകളൊക്കെ വരുന്നുണ്ടാവും. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സേഫ് ആയിട്ട് കളിച്ച് ബാക്കി ജയിച്ചവരെയൊക്കെ സേഫ് സോണിലും അല്ലാത്തവരെ ഡേഞ്ചർ സോണിലോട്ടുമാണ് മാറ്റുന്നത്. ഇനി മൂന്നാമത്തെ ഗെയിം ചലഞ്ച് എന്ന് പറയുന്നത് ബാൾ ടോസ് ചലഞ്ച് ആയിരുന്നു കേട്ടോ. അതായത് ബോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ടോസ് ചെയ്യണം, ഒരൊറ്റ ബൗൺസ് മാത്രമേ വരാവുള്ളൂ. അങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് വീഴണം. അങ്ങനെ ബസർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത ആളാണോ അയാളാണ് ആ ഒരു റൗണ്ടിലെ വിന്നർ. അങ്ങനെ ഈ ഒരു ബോൾ ടോസ് ചലഞ്ചിൽ ജയിച്ചത് നമ്മുടെ ഷിജിനായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു 3 ഗെയിംസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ബോൾ ഇങ്ങനെ ടോസ് ചെയ്യുന്നതും അതുപോലെ പിരമിഡിന്റെ ഒക്കെ നമ്മൾ വേറെ ഇങ്ങനെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കൊളങ്കര ടാസ്ക് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാര്യം ലാസ്റ്റ് അതിൽ വരുമ്പോൾ ചെറിയൊരു ഫണ്ണി എലമെന്റ്സ് ഉണ്ട്, ഇങ്ങനെ കൂട്ടിയിടിക്കാനായിട്ട് പോകുന്ന രണ്ടുപേരുടെ. അത് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു അഗ്നി പരീക്ഷയുടെ മൊത്തത്തിലുള്ള എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജഡ്ജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നതും പിന്നെ കണ്ടസ്റ്റൻസും എല്ലാവരും നല്ലതായിരുന്നു. കണ്ടസ്റ്റൻസ് കോമണേഴ്സ് ആണെന്നാണ് പറഞ്ഞ് കൊണ്ടുവന്നത്. പക്ഷെ നോക്കുന്ന സമയത്ത് കൂടുതൽ പേര് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് കൂടുതൽ പേരും ഈ പറയുന്നത് പോലെ മോഡലിംഗ് ഫീൽഡിലൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതും പിന്നെ ജോലിയോടൊപ്പം തന്നെ മോഡലിംഗ് കൊണ്ടുപോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ. പിന്നെ വീട്ടമ്മമാരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലും ഇതിനകത്ത് വന്ന ഗേൾസ് എന്ന് പറയുന്നത് നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഗേൾസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു അഗ്നി പരീക്ഷ എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റി സീസൺ ആയതുകൊണ്ടാണ് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. എന്റെ മെയിൻ ചാനലാണ് ഇത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ടെസ്സാ ചാർലി കൊല്ലം എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ കൂടുതൽ പെറ്റ്സിന്റെ കണ്ടന്റ് ആണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പബ്ലിക് ചലഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കുവാണെങ്കിലും ടെസ്സാ ചാർലി കൊല്ലം തന്നെയാണ് പേജിന്റെ പേര് വരുന്നത്. ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ചാനലും കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് എടുക്കുന്ന സമയത്ത് 2 ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് മൈക്ക് ഡ്രോപ്പ് ബൈ ആതിര എന്ന് പറഞ്ഞ ചാനലിലായിരിക്കും ഇനി ഞാൻ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് മെയിൻ ചാനൽ ഇട്ടത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.